ണം. ഇതിൽ യാ ഇബാദല്ലാഹീനൂനി എന്ന ഹദീസിന്റെ മത്തിനിൽ അഹ്ലുസുന്നയുടെ മുഴുവൻ പണ്ഡിതന്മാരും അതേപോലെയുള്ള നമ്മുടെ സാത്വികരായ പണ്ഡിതന്മാർ, മുൻകഴിഞ്ഞു പോയ സാത്വികരായ പണ്ഡിതന്മാർ, ഈ കേരളീയ മുസ്ലിം നവോത്ഥാന ചരിത്രത്തിന് നായകത്വം വഹിച്ച നമ്മുടെ മുജാഹിദ് പണ്ഡിതന്മാർ, ഈ മുജാഹിദ് പണ്ഡിതന്മാർക്ക് ഷിർക്കിൽ അല്ലെങ്കിൽ തൗഹീദും ഷിർക്കും വേർതിരിക്കുന്ന ഒരു വിഷയത്തിൽ അവർക്ക് അപജയം സംഭവിച്ചിട്ടുണ്ട് എന്ന സംശയത്തിന്റെ ഒരു കണിക പോലും അവർക്ക് നേരെ ആരോപിക്കാൻ നമുക്ക് സാധ്യമല്ല. കാരണം അവർ സഹിച്ച ത്യാഗവും അവർ സഹിച്ച ഭയങ്കരമായ പരിഹാസവും അതേപോലെയുള്ള അക്രമങ്ങളും അതൊക്കെ സഹിച്ചുകൊണ്ടാണ് ഈ പ്രസ്ഥാനത്തെ അവർ കെട്ടിപ്പടുത്തത്. കാരണം ഇന്നത്തെ പോലെ സൗകര്യങ്ങളില്ല. നമ്മൾ ഇന്ന് ഇരിക്കുന്നത് AC റൂമിലാണ്. ഇതേപോലെ യാതൊരു സൗകര്യവും ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ ഈ പ്രസ്ഥാനത്തിന്റെ തൗഹീദിന് വേണ്ടി ശബ്ദിച്ച മഹാരഥന്മാരായ നേതാക്കന്മാർ, ശബാബ് നമ്മുടെ KNM-ന്റെ യുവജന പ്രസ്ഥാനമായ ISM-ന്റെ മുഖപത്രത്തിലാണ് മക്കയിലെ മുശ്രിക്കിന്റെ വിശ്വാസമെന്ന് നിങ്ങളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ വിശ്വാസം വന്നത് എങ്കിൽ നമ്മുടെ പണ്ഡിതന്മാരെ നിങ്ങൾ പരിഹസിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. മഹാന്മാരായ നമ്മുടെ പണ്ഡിതന്മാർ കേരള മുസ്ലിങ്ങൾക്ക് തൗഹീദ് പഠിപ്പിച്ചു കൊടുക്കുമ്പോ ISM-ന്റെ മുഖപത്രം അന്ന് വന്ന ഫത്വ നേരത്തെ പറഞ്ഞല്ലോ സാലിംക, ഒരു ഖുത്ബയിൽ ഒരു ദഈഫായ ഹദീസ് ഉദ്ധരിച്ചാൽ പോലും അതിനെ ചോദ്യം ചെയ്യുകയും നിങ്ങൾ പറഞ്ഞത് ശരിയല്ല എന്ന് അവരുടെ മുഖത്ത് നോക്കി പറയുകയും ചെയ്യുന്ന മുജാഹിദ് പ്രവർത്തകന്മാർ, അത്രക്ക് ദീനുള്ള മുജാഹിദ് പ്രവർത്തകന്മാർ, ഒരു മനുഷ്യനെയും തക്ലീദ് ചെയ്യാത്ത മുജാഹിദ് പ്രവർത്തകന്മാർ, അവരിറങ്ങിയാൽ ചോദിക്കും, മൗലവി നിങ്ങൾ പറഞ്ഞ ഹദീസ് ദഈഫാണല്ലോ മൗലവി, എന്തുകൊണ്ടാണ് മൗലവി നിങ്ങൾ ഇത് പറഞ്ഞത് എന്ന് വളരെ കൃത്യമായി ചോദിക്കുന്ന മുജാഹിദ് പ്രവർത്തകന്മാർക്ക് ISM-ന്റെ മുഖപത്രത്തിൽ ഒരു ചോദ്യത്തിന് മറുപടിയായി കൊടുത്ത മറുപടിയിൽ മക്കയിലെ മുശ്രിക്കിന്റെ വിശ്വാസം അച്ചടിച്ചു വന്നിട്ട് ആയിരക്കണക്കിന് വരുന്ന മുജാഹിദ് പ്രവർത്തകന്മാർ അതറിഞ്ഞില്ല എന്ന് പറയുന്നത് അനുസമൂലവി ചിരിക്കരുത് നിങ്ങൾ. ആയിരക്കണക്കിന് വരുന്ന മുജാഹിദ് പ്രവർത്തകന്മാർ ആ ശബാബ് വായിച്ചു, അതിനു മുമ്പ് സൽസബീൽ വായിച്ചു, 2004 മണ്ണാർക്കാട് സംവാദത്തിൽ വെച്ചുകൊണ്ട് പറഞ്ഞു മക്കയിലെ മുശ്രിക്കിന്റെ നിലപാടാണ് ആ സുലൈമാൻ സഖാഫി മാളിയേക്കലിനോട് സക്കരിയ സലാഹി പറഞ്ഞത് എങ്കിൽ സാത്വികരായ പണ്ഡിതന്മാർ അതിനനുകൂലമായി നിൽക്കുമോ മൗലവി? എന്നിട്ട് നിങ്ങൾ ജംഇയ്യത്തുൽ ഉലമയുടെ ഒരു ലെറ്റർ പേഡ് ഇപ്പോൾ എടുത്ത് കാണിച്ചിട്ട് പറയുന്നു ഷിർക്കാണ് എന്ന്. കെ ഉമർ മൗലവിക്ക് തിരിഞ്ഞില്ലേ ഷിർക്ക്? അബ്ദുറഹ്മാൻ മദനി പാലത്തിന് തിരിഞ്ഞില്ലേ ഷിർക്ക്? ചെറിയമുണ്ടം അബ്ദുൽ ഹമീദ് മദനിക്ക് തിരിഞ്ഞില്ലേ ഷിർക്ക്? സാലിംക്ക് നേരത്തെ ചോദിച്ചു ചെറിയമുണ്ടം അബ്ദുൽ ഹമീദ് മദനിയെ തള്ളാൻ പറ്റുകയില്ല എന്ന്. നിങ്ങൾ പറയുന്നത് അദ്ദേഹം മടവൂരിയാണ് എന്നാണ്. അദ്ദേഹം അതിന് ശേഷമാണ് മടവൂരി ആയത്. ഞാൻ പറയുന്നു 1980-കളിലാണ് അത് എഴുതിയതെങ്കിൽ 83-ലാണെന്ന് തോന്നുന്നു കൊട്ടപ്പുറം വാദപ്രതിവാദം നടക്കുന്നത്. ചെറിയമുണ്ടം അബ്ദുൽ ഹമീദ് മദനി ആ വിഷയത്തിൽ അദ്ദേഹത്തിന് തൗഹീദിൽ അപകടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, അപജയം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ചോദിക്കട്ടെ അനസ് മൗലവി, 2012 മുമ്പ് ഈ വാചകം നിങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ചെറിയമുണ്ടം അബ്ദുൽ ഹമീദ് മദനിക്ക് മക്കയിലെ മുശ്രിക്കിന്റെ വിശ്വാസമാണ് ഉണ്ടായത് എന്ന് ഈ പാവപ്പെട്ട മുജാഹിദുകളോട് നിങ്ങൾ പറഞ്ഞിട്ടില്ല അനസ് മൗലവി, പറഞ്ഞിട്ടില്ല. നിങ്ങൾ വൈകാരികമായിട്ട് തന്നെയാണ് ഞാൻ ഈ പറയുന്നത്. ഈ പ്രസ്ഥാനത്തിൽ ഫിത്നയുണ്ടാക്കാൻ, ഈ പ്രസ്ഥാനത്തെ ഇല്ലായ്മ ചെയ്യാൻ നിങ്ങൾ ഈ പടച്ചുണ്ടാക്കി ഈ ആരോപണം പൊറുക്കുകയില്ല പടച്ച തമ്പുരാൻ. മരണം നേരത്തെ പറഞ്ഞല്ലോ, മധ്യസ്ഥൻ മരണം എന്നുള്ളത് ഏത് സമയവും നമ്മളെ പിടികൂടും. സുബ്ഹാനല്ലാഹ്, 6 വർഷക്കാലം മക്കയിലെ മുശ്രിക്കിന്റെ വിശ്വാസമാണ്, പ്രാർത്ഥന ആരാധനയാണ്. അദ്ദുആഉ ഹുവൽ ഇബാദ, പ്രാർത്ഥന അത് തന്നെയാണ് ആരാധന. ശബാബിൽ വന്നത് സഹായത്തേട്ടമാണ്, ആ സഹായത്തേട്ടം പ്രാർത്ഥനയാണ്, പ്രാർത്ഥന ആരാധനയാണ്. അല്ലാഹു അല്ലാത്തവർക്കുള്ള ആരാധന മക്കയിലെ മുശ്രിക്കിന്റെ വിശ്വാസമാണ്. ഈ വിശ്വാസം ചെറിയമുണ്ട് അബ്ദുൽ ഹമീദ് മദനി എഴുതി അല്ലേ? ഈ വിശ്വാസം അബ്ദുൽ ജബ്ബാർ മൗലവി എഴുതിയല്ലേ? എന്നിട്ട് നിങ്ങൾ കൂട്ടിക്കൊണ്ടുപോയി ആലുവ സംവാദത്തിൽ, ഷിർക്കും തൗഹീദും വേർതിരിക്കുന്ന ഒരു സംവാദത്തിൽ ഷിർക്കിന് വേണ്ടി ശബ്ദിച്ച ഒരു മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോയാൽ ആത്യന്തികമായി അല്ലാഹുവിന്റെ സഹായം നമുക്ക് ലഭിക്കുമോ? ഉഹുദ് യുദ്ധത്തിന്റെ ചരിത്രം നിങ്ങൾക്കറിയുമോ? ഉഹുദ് യുദ്ധത്തിന്റെ ഒരു ചരിത്രത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിന്ന സ്ഥലത്ത് നിൽക്കണമെന്ന് പറഞ്ഞപ്പോൾ അത് തെറ്റിച്ചപ്പോൾ അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് അവർക്ക് പരാജയം സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ തൗഹീദിനെ പച്ചയായി ദുർവ്യാഖ്യാനിച്ച് നിങ്ങളെ ഭാഷയിൽ മക്കയിലെ മുശ്രിക്കിന്റെ വിശ്വാസം ഈ സമൂഹത്തെ പഠിപ്പിച്ച അബ്ദുൽ ജബ്ബാർ മൗലവി, ആ അബ്ദുൽ ജബ്ബാർ, നിങ്ങളുടെ ഭാഷയിലാണ് ഞാൻ പറയുന്നത്, ആ അബ്ദുൽ ജബ്ബാർ മൗലവിയെ സംവാദത്തിന് കൂട്ടിക്കൊണ്ടുപോവുക, അള്ളാന്റെ സഹായം ഉണ്ടാവുക നിങ്ങൾക്ക്? മുഹമ്മദ് നബി തൗഹീദ് പറയാൻ അബൂജഹലിനെ കൂട്ടിക്കൊണ്ടുപോകുമോ? ഉത്ബയെ കൂട്ടിക്കൊണ്ടുപോകുമോ? എന്താണ് നിങ്ങൾ ഈ പറയുന്നത്? വ്യക്തമായ ശിർക്കാണ്
വിഷയമാണ് എന്ന് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു സംഗതി. എന്നിട്ട് ഇവിടെ വന്നുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു ഈ വിഷയത്തിൽ നമുക്കിരിക്കാം. യാ ഇബാദല്ലാഹി എന്ന ഹദീസിന്റെ മത്തിനിൽ ശിർക്കുണ്ട് എന്ന് നിങ്ങൾ സ്ഥാപിച്ചാൽ, അത് നേരത്തെ പറഞ്ഞു സാലിംക, അത് ശിർക്കുണ്ട് എന്ന് നിങ്ങൾ സ്ഥാപിച്ചാൽ മുജാഹിദ് പ്രസ്ഥാനത്തിലെ സാത്വികരായ പണ്ഡിതന്മാർ മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. ആ പണ്ഡിതന്മാരുടെ നിലപാടുകളിൽ നിന്ന് ശിർക്കുണ്ട് എന്ന് നിങ്ങൾ സ്ഥാപിച്ചാൽ പുഴക്കരയിലുള്ള ജിന്ന് പോകും, അതേപോലെ വിമാനത്തിന്റെ മേലെയുള്ള ജിന്ന് പോകും, മുഴുവൻ ജിന്നുകളും ഇറങ്ങും, ഒരു സംശയവുമില്ലാതില്ലോ. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ഈ വിഷയത്തിൽ നമുക്ക് സംവാദം നടത്താം. ഈ വിഷയത്തിൽ നമ്മുടെ മുൻ കഴിഞ്ഞു പോയ പണ്ഡിതന്മാർ ഏതൊരു നിലപാടിലാണ് സ്വീകരിച്ചത്. പിന്നെ നിങ്ങൾ പറഞ്ഞു ഞങ്ങളൊരു തത്വമായിട്ട് കൊണ്ടുവന്നു എന്ന്. തത്വമായിട്ടല്ല ഞങ്ങൾ കൊണ്ടുവന്നത്, മറിച്ച് ഖുറാഫികൾ, മറിച്ച് കുബൂരികളും സൂഫികളും ഈ ഹദീസുമായി വന്നപ്പോ ഞങ്ങൾ എവിടെയെങ്കിലും ഏതെങ്കിലും സ്ഥലത്ത് ഇതൊരു തത്വമായി അവതരിപ്പിച്ചു. ഇതാ ഇങ്ങനെ ഒരു ദുർബലമായ ഒരു ഹദീസുണ്ട്, അതുകൊണ്ട് ദുർബലമായ ഈ ഹദീസിന്റെ മത്തിനിൽ, ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ജിന്നുകളെ വിളിച്ച് സഹായം തേടൽ അല്ലെങ്കിൽ അങ്ങനെ വിളിക്കൽ ശിർക്കല്ല എന്ന ഒരു വാദം ഞങ്ങൾ കൊണ്ടുവന്നിട്ടില്ല. മറിച്ച് കുബൂരികൾ ഇത് പറഞ്ഞപ്പോ അതിന് മറുപടി പറഞ്ഞു. ഏത് പിന്നെ ചോദ്യോത്തരം എന്ന് പറയുന്ന AP അബ്ദുൽ ഖാദർ മൗലവിയുടെ പുസ്തകത്തിൽ നമുക്ക് കാണാം. തവസ്സുലുമായി ബന്ധപ്പെട്ട വിഷയം വന്നപ്പോ ആ ഹദീസിൽ നിങ്ങൾ പറയുന്ന തരത്തിലുള്ള പിന്നെ തവസ്സുലില്ല മക്കളെ, പിന്നെ അതിന്റെ മത്തിനിൽ അങ്ങനെയില്ല. അങ്ങനെ പണ്ഡിതന്മാർ അങ്ങനെ സ്വീകരിക്കുന്നതാണ്. ഇവിടെ അതിന്റെ മത്തിനിൽ ശിർക്കില്ല എന്ന് പറയുമ്പോ അത് പറഞ്ഞ ആളുടെ വിശ്വാസം മക്കയിലെ മുശ്രിക്കിന്റെ വിശ്വാസമാണെന്ന്, അത് ശിർക്കൻ വിശ്വാസമാണെന്ന് അഹ്ലുസുന്നയുടെ ഇമാം, അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരെ കൊണ്ടോ മുൻകാല മുജാഹിദ് നേതാക്കന്മാരെ കൊണ്ടോ സ്ഥാപിക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ അത് നിങ്ങൾ സ്ഥാപിക്കുക, അതിന്റെ പേരിൽ വ്യവസ്ഥ എഴുതുക. ഇൻഷാ അല്ലാഹ് ഞങ്ങൾ അതുമായി മുന്നോട്ട് പോകും. ഇവിടെ ജിന്നുകളെ വിളിച്ച് സഹായം തേടുന്ന ഒരു മുജാഹിദിനെയും നമുക്ക് കാണിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ സാരിംക പറഞ്ഞ ഈ വിഷയത്തിൽ ഇൻഷാ അല്ലാഹ് സംവാദം നടത്താം. ആ സംവാദവുമായിട്ട് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ നിങ്ങളെ ഉയർത്തിക്കൊണ്ടുവന്ന ഈ സംഗതികളെ ഞങ്ങൾ തവിടുപൊടിയാക്കി പാട്ടിക്കളയും, അത് കയ്യിൽ തരും ഇൻഷാ അല്ലാഹ്. വആഖിറു ദഅവാനാ